വടകര അഴിയൂരിൽ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള സീബ്ര ലൈനിന് സമീപത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വലിയ അപകടം നടന്നു. അതായത് ഒരു കുഞ്ഞ് 13 വയസ്സുള്ള സെയിൻ അബ്ദുള്ള എന്ന് പറയുന്ന കുഞ്ഞിനെ ഇവിടുന്ന് ബസ് ഇടിച്ച് തെറിപ്പിക്കുകയും ഈ സീബ്ര ലൈനിൽ കൂടെ റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന കുഞ്ഞായിരുന്നു. ബസ് ഇടിച്ച് തെറിപ്പിച്ചു. അവൻ മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സീബ്ര ക്രോസ് വെച്ചിരിക്കുന്നത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അഴിയൂരിലുള്ള കുട്ടികൾക്കും കൂടി സൗകര്യപ്രദമായതിന് ഭാഗമായാണ്. ഇത്തരത്തിൽ കണ്ണൂർ കോഴിക്കോട് ബസ്സുകൾ വളരെ വേഗത്തിൽ ചീറിപ്പായുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ഈ പ്രദേശത്ത് നേരത്തെയും കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ പരാതികളൊക്കെ അവഗണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പോലും ഈ അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ബിൽസാജ് എന്ന് പറയുന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. അതായത് ഈ കുഞ്ഞ് റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു. അപ്പോൾ എതിരായുള്ള വണ്ടിയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വന്ന ബിൽസാജ് ബസ് കുഞ്ഞിനെ ഇടിച്ചിടുകയും ഏതാണ്ട് 50 മീറ്റർ അപ്പുറത്തേക്ക് മാറി കുഞ്ഞ് തെറിച്ച് വീഴുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. സെയിൻ അബ്ദുള്ളയുടെ ബന്ധുക്കൾ നമുക്കൊപ്പം ഉണ്ട്. എന്താ സംഭവിച്ചതെന്ന്? അവര് കൂട്ടുകാരത്ത് കളിക്കാൻ പോയി. അപ്പോൾ അതിനിടയ്ക്ക് അവന് വെള്ളം കുടിക്കേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. സീബ്ര ലൈനിലൂടെയാണ് അവൻ കടന്നത്. അപ്പോൾ പെട്ടെന്ന് സ്പീഡിൽ വന്നിരുന്ന ബസ് വന്ന് അടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഈ കണ്ണൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന ബസ്സുകൾക്ക് അമിത വേഗതയാണെന്ന് പലപ്പോഴും പരാതി ഉണ്ടാവാറുണ്ട്. പലപ്പോഴല്ലോ, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അവരെപ്പോഴും പറയുന്നത് അവരുടെ സമയമാണ്. അവർക്ക് സമയം കിട്ടുന്നില്ല. അതിൽ ആരുടെ തെറ്റ്, RTOൻ്റെ അടുത്താണ് തെറ്റ്, അല്ലെങ്കിൽ ബസ്സിൻ്റെ മുതലാളിമാരുടെ അടുത്താണ് തെറ്റ്, നമുക്ക് ആർക്കും അറിയില്ല. എപ്പം നോക്കിയാലും അവർ ഒന്നിക്കുണ്ടെങ്കിൽ ഒരു വണ്ടി ഈ കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു മാസത്തിൻ്റെ ഇടയിൽ തന്നെ എത്ര ആക്സിഡന്റ് ആയിട്ടുണ്ടെന്നുള്ളത്. മുൻപെന്തെങ്കിലും പരാതി ഔദ്യോഗികമായി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു? പരാതികൾ ഞങ്ങളായിട്ട് കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ പരാതികൾ ഗവൺമെൻറ് അടുത്ത് കിടക്കുന്നുണ്ട്. ആ പരാതികൾക്കൊന്നും ഇതുവരെ ഇതായിട്ടില്ല. പക്ഷേ ഈ പ്രശ്നം ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും അത്രത്തോളം ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. അതിന് ഞങ്ങൾക്ക് നീതി കിട്ടുന്നവരെ ഞങ്ങൾ പോരാടുകയും ചെയ്യും. അത് ഉറപ്പിച്ചിട്ട് തന്നെയാണുള്ളത്. നമുക്കൊപ്പം കുറച്ച് കുട്ടികൾ കൂടിയുണ്ട്. അഴിയൂർ സ്കൂളിലെ കുട്ടികളല്ലേ? പറയണം, അഴിയൂർ സ്കൂളിലെ നിങ്ങൾക്ക് ഈ സീബ്ര ലൈനിൽ കൂടി മുറിച്ച് കിടക്കാൻ പേടിയുണ്ടോ? ബസ് സ്റ്റോപ്പ് എവിടെയാണ്? ബസ് നിർത്തിയത് എവിടെയാണ്? ബസ് എവിടെയാണ് നിർത്തേണ്ടത്? ശരിക്കും ബസ് നിർത്തേണ്ടത് എവിടെയാണ്? ബസ് സ്റ്റോപ്പിന്റെ മുമ്പിൽ സൈഡ് ഒതുക്കിയിട്ടാണ് നിർത്തേണ്ടത്. ഇതൊക്കെയാണ് ഇവരുടെ കളി. ഇതുകൊണ്ട് ഇതിപ്പോൾ നമ്മളിപ്പം ജനങ്ങൾ പ്രതികരിക്കലേ പറ്റൂ. ഇനി അധികാരികൾ കണ്ണുറന്നില്ല, നാട്ടുകാരുടെ ഇവിടെ ജനങ്ങൾ പ്രതികരിക്കും. എന്താ മോനെ പറയുന്നത്? സ്പീഡിൽ പോയിട്ട് അങ്ങ് നിർത്തുക ബസ്. ഇത് ഹൈവേ ആയിട്ടും സൈഡിലോട്ടൊക്കെ എടുക്കും. അങ്ങനെ കുട്ടികൾക്ക് അപകടം സംഭവിക്കാറുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനെ ട്രാഫിക് പോലീസ് വേണോ, അല്ലാണ്ട് നമ്മളെങ്ങനെ നടക്കുക? അതാണ് ഇവരുടെ ആവശ്യം. നേരത്തെ ഒരു ഹോം ഗാർഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടാവാറില്ല. ആ ഒരു പോസ്റ്റ്, ആ ഒരു തസ്തിക വീണ്ടും ഇവിടെ തന്നെ നിലനിർത്തണം എന്നുള്ള ആവശ്യമാണ് ഇവർക്കുള്ളത്. നല്ല ഉഷാറായിരുന്ന, എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആയിരുന്ന ഒരു കുഞ്ഞായിരുന്നു സെയിൻ അബ്ദുള്ള. 13 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുട്ബോൾ കളിക്കുമായിരുന്നു. സ്ഥിരമായി ടർഫിലും മറ്റും പോയി ഫുട്ബോൾ കളിക്കുന്ന ആക്റ്റീവായ ആ കുഞ്ഞിൻ്റെ ഒരു ജീവനാണ് ഇത്തരത്തിൽ അമിത വേഗതയിൽ വന്ന ഒരു ബസ് കവർന്നത് എന്നത് വലിയ സങ്കടകരം തന്നെയാണ്.